ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ബ്ലൂം ടേസ്റ്റ് ആൻഡ് ടിപ്സ്. വളരെ രുചികരവും പോഷക സമൃദ്ധവുമായ കടൽ വിഭവങ്ങളിൽ ഒന്നാണല്ലോ കല്ലുമക്കായ. ചില സ്ഥലങ്ങളിൽ ഇതിനെ ചിപ്പി എന്നും പറയും. അപ്പൊ നമുക്കിതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നൊരു സ്വാദിഷ്ടമായ തോരൻ റെസിപ്പി ആയാലോ. അപ്പൊ നമുക്കിതിന് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് തോരന്റെ കൂട്ടാണ് തയ്യാറാക്കേണ്ടത്. അതിലേക്കായി 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് തിരുമിയ തേങ്ങയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് നന്നായി ഒതുക്കിയെടുക്കാം. അതുപോലെ തോരന് കൂട്ട് തയ്യാറാക്കുമ്പോൾ തേങ്ങ നല്ലോണം അരയേണ്ട കാര്യമില്ല, കുറച്ചൊന്ന് ക്രഷായിട്ട് തന്നെ ഇരിക്കണം. അങ്ങനെ ഇവിടെ തോരന്റെ കൂട്ട് തയ്യാറായി കഴിഞ്ഞു. ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് 1/4 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത 1/2 ടീസ്പൂൺ ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും, 1/3 കപ്പ് ചെറുതായി മുറിച്ചു വെച്ച ഉള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല എരിവുള്ള പച്ചമുളക് ഏകദേശം ഒരു 3 എടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിന്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഉള്ളിയും പച്ചമുളകും നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇത് 100 ഗ്രാം കല്ലുമക്കായാണ്. നല്ലോണം വേവിച്ച് 3-4 വെള്ളം കഴുകി അതിലുള്ള മണ്ണൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത കല്ലുമക്കായാണിത്. കല്ലുമക്കായിലെ ജലാംശം മാറുന്നതിനായിട്ട് ഇനി നമുക്കിതിനെ നല്ലോണം വഴറ്റി നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പൊ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച തോരന്റെ കൂട്ട് ചേർക്കുന്നതോടൊപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് തോരന്റെ അരപ്പ് കല്ലുമക്കായിൽ നല്ലോണം പിടിക്കുന്നത് വരെ സ്റ്റൗ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം 5 മിനിറ്റോളം ഇളക്കി യോജിപ്പിച്ച് തോരൻ നല്ല തോർത്തിയെടുക്കണം. ഇത് കണ്ട് ആരെയും കൊതിപ്പിക്കുന്ന രുചിയില് കല്ലുമക്കായ തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ചൂടോടുകൂടെ തന്നെ ചോറിനൊപ്പം വിളമ്പാവുന്നതാണ്. എന്ത് എളുപ്പമാണല്ലോ ഈ തോരൻ റെസിപ്പി ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കാണുന്നവരിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തുകയും ചെയ്യുമല്ലോ. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്